ഹായ് ഹലോ നമസ്കാരം, ആര്യാണ്. നമ്മൾ ഇന്നലെ കോഴിക്കോട് വന്നു. ഇന്നിപ്പം രാവിലെ എഴുന്നേറ്റിട്ട് ഫ്രഷായി. ഇനിയിപ്പോൾ നമുക്കൊന്ന് കോഴിക്കോടൊന്ന് കറങ്ങിയിട്ട് വന്നാലോ? അതെ, പോകാം. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി പോയിട്ട് വരാവേ. അപ്പം വഴിയെ വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം അല്ലേ? അതെ, ആ, ബൈ. ഐ ലവ് കോഴിക്കോട്. എൻ്റെ ഫസ്റ്റ് ടൈം കേട്ടോ ഞാൻ കോഴിക്കോട് വരുന്നത്. അതിൻ്റെതായ എക്സൈറ്റ്മെൻ്റ് ഒക്കെ എനിക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് റൂമിൽ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കാൻ മേലാത്തത് കൊണ്ട് നമ്മൾ രാവിലെയും കൂട്ടിക്കൊണ്ട് രാവിലെ തന്നെ കടൽ കാണാൻ ഇറങ്ങിയതാണ്. നമ്മൾ രാവിലെ ജസ്റ്റ് വന്നേ ഉള്ളൂ. നമ്മൾ എന്തായാലും വൈകുന്നേരം കൂടെ ഒന്ന് ഇറങ്ങുന്നുണ്ട്. ഇപ്പം രാവിലെ വന്ന് ഫുഡൊക്കെ കഴിക്കണമല്ലോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ റൂമിൽ തന്നെ ഇരിക്കണ്ടല്ലോ എന്ന് ഓർത്ത് ഇറങ്ങിയതാ. അങ്ങനെ ഒട്ടും തന്നെ ആളും ബഹളം ഒന്നും തന്നെ ഇല്ലായിരുന്നേ. ഹായ് ഗായ്സ്, ഹായ് ഗായ്സ്, നമ്മൾ കോഴിക്കോടാണ് ഗായ്സ്. ഞങ്ങളുടെ പുത്രനുണ്ട് കൂടത്ത് ഗായ്സ്. ഗുഡ് ബോയ് ഗായ്സ്. ചടിക്കോ ഇങ്ങോ, എവിടെ വാ, എവിടെ വാ, എവിടെ വാ. നല്ല, പക്ഷെ ഇപ്പൊ ചൂട് കൂടി വരുന്നുണ്ടേ. എനിക്ക് കണ്ണ് തുറക്കാൻ ഇങ്ങനെ പറ്റുന്നില്ല. എടഞ്ഞു 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 ഗൈസ്. ഈ യാദൂട്ടനാണെങ്കിൽ ഇങ്ങനെയാണ് മക്കളെ കൊണ്ട് പോകുന്ന എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ. പ്രത്യേകിച്ച് ഇവനെ പോലെയുള്ള കുരുകുരുത്തം കിട്ടിയ കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇവനാണെങ്കിൽ ഇപ്പോൾ കടലിലിറങ്ങാൻ നമ്മളെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടുമില്ല. പിന്നെ അവിടെയാണെങ്കിൽ ഭയങ്കര ചപ്പും ചവറും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് അങ്ങ് ഇറങ്ങാനും തോന്നിയില്ല കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അതുവഴി നടന്ന് നിന്നപ്പോൾ ഉപ്പിലിട്ടത് കണ്ടപ്പോഴല്ലേ എനിക്ക് വായിലെങ്കിൽ വെള്ളം വന്നു. പിന്നെ രാവിലെ തന്നെ ഉപ്പിലിട്ടത് കഴിക്കണ്ടല്ലോ എന്ന് ഓർത്ത് ആ തൊട്ടടുത്തപ്പം ഞങ്ങളിങ്ങ് പോന്നപ്പോഴല്ലോ ഒരു കുഞ്ഞു കടയിൽ അവർ തന്നെ ഇങ്ങനെ കാടമുട്ടയൊക്കെ വെക്കുന്നു. അപ്പോൾ രാവിലെ തന്നെ എന്താ വെറും വയറ്റിൽ കാടമുട്ട തിന്നുന്ന അത്രയ്ക്ക് നല്ലതാണോ? അല്ലായിരിക്കും അല്ലേ. എന്തായാലും ഞങ്ങളുടെ കൊതി കാരണം ഞങ്ങൾ ആദ്യം കാടമുട്ടയിൽ തുടങ്ങി കേട്ടോ. യാതൊട്ടിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു, എനിക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ബൂസ്റ്റ് വാങ്ങിച്ചു. ബൂസ്റ്റ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. അപ്പം എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ബൂസ്റ്റ് കുടിക്കുന്നത്. അപ്പോൾ ചൂട് ബൂസ്റ്റും കാടമുട്ടയാണ് ഫസ്റ്റ് നമ്മൾ കഴിച്ചത്. അത് കഴിച്ച് നമ്മൾ അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് നല്ല രസമായിരുന്നു കേട്ടോ. നല്ല വൈബാണ്. ഞാനും ലാലും കൊച്ചും മാത്രം, നമ്മുടെ ആ ഒരു ലോകത്ത് നമ്മൾ മാത്രം ഇരുന്ന് അത്യാവശ്യം സുറയൊക്കെ പറഞ്ഞ് നല്ല രസമല്ല. ഇതന്നെ മസാല കല്ലുമ്മക്കായ താഴെ കളയല്ലോ. അതെ, കുത്തുമ്പോ ഇച്ചിരി അതെ, കുത്തുമ്പോ ശരിക്കും എടുത്ത് കുത്തണേ. ഇങ്ങനെ നോക്കിയോ. ടേസ്റ്റ് ഇങ്ങനെയായിരിക്കും അല്ലേ. അവിടെ കാടമുട്ട ഇഷ്ടപ്പെട്ടെ. നമ്മള് പിന്നെ വീണ്ടും ആ കടയുടെ ചുറ്റും അങ്ങും ഇങ്ങൊക്കെ നടന്നിട്ട് നമ്മൾ മോമോസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. അപ്പം അതും കഴിച്ചു. പിന്നെ കല്ലുമ്മക്കായുടെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് കഴിക്കുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല, അതെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും യാദൂട്ടൻ്റെ കാലൊന്ന് നനച്ചെങ്കിലും തരാമോ ചെറുക്കൻ ചോദിച്ചപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ ലാലു പറഞ്ഞു എന്തേലും ആട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കാല് മാത്രം നനയ്ക്കണം എന്നുള്ള രീതിയിൽ ഞങ്ങൾ അവിടെ കൊണ്ട് കുറച്ച് നേരം നിന്ന് കേട്ടോ. കടല എന്നാ ലാലു പറയാനുള്ളേ? മടുത്തോ? ഇല്ല, വിശപ്പ് പോയായിരുന്നോ? പോയായിരുന്നു. ലാലുവിന് കഴിക്കാൻ പറ്റിയില്ല. ലാലു മുമ്മൂസ് കഴിച്ചോണ്ടിരുന്നപ്പം ഒരാൾ വർത്താനം പറയാൻ വേണ്ടി വന്നു. ലാലുവിന്റെ മുമ്മൂസ് കൊച്ചെടുത്ത് കഴിച്ച് അതിന്റെ വിഷമത്തില് കടല വാങ്ങിച്ചിരിക്കും. പ്ലാൻ ബി ഒന്ന് ചേഞ്ച് ആയി ഗൈസ്, കാരണം മഴ പെയ്യാൻ തുടങ്ങി. ഞങ്ങള് പോട്ടെ ഹോട്ടലില് ഏതേലും. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഹെവി ആയിട്ടൊന്നും കഴിച്ചില്ലായിരുന്നേ. അപ്പൊ എന്നേലും കഴിക്കണ്ടേ. അപ്പൊ കഴിക്കാൻ വേണ്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് മഴ പെയ്തോണ്ടിരിക്കുന്നു ഗൈസ്. ഞങ്ങൾ കുട കാറേ വെച്ചിട്ട് എടുക്കാൻ മറന്നുപോയായിരുന്നു. എടുക്കാൻ മറന്നതല്ല, എനിക്ക് മടി കാരണം ഞാൻ അവിടെ വണ്ടിയെ വെച്ചിട്ട് ഇങ്ങ് പോന്നു. ഇവിടെ എവിടെയാവാ ഹോട്ടല്? ഇവൻ എന്നോട് വഴക്കുണ്ടാക്കി. ഇവൻ എന്നോട് ലവ് ഇല്ല. എന്റെ ഭർത്താവിനെ ഇവൻ തട്ടിയെടുത്തു. അവൻ എന്റെ ഭർത്താവിനെയും കൊണ്ട് പോയി ഗൈസ്. ഇവൻ എടോ മിസ്റ്റർ, ഇത് എന്റെ ഭർത്താവാടോ. എന്റേതായത് കൊണ്ട് മാത്രം ക്ഷമിക്കുന്നു ഗൈസ്. മഴ വന്നിട്ട് ഓടി വണ്ടിയെ കയറിയിരുന്നു കേട്ടോ. കണ്ണ് പറ്റിച്ചെന്ന് പറഞ്ഞ അവനെ കഴിയിക്കാൻ വേണ്ടിയിട്ട് പോയേക്കോ. കഴിച്ചിട്ട് വരട്ടെ, കാല് കഴിച്ചിട്ട് വരട്ടെ. വന്ന സമയത്ത് കുറച്ച് ചൂടൊക്കെ ഉണ്ടായിരുന്നേ. പെട്ടെന്നൊരു മഴ മാത്രോ, കടലൊക്കെ കേറി തിരമാലയൊക്കെ. എന്റെ പൊന്നളിയാ പേടിച്ചു പോയി. അയ്യേ ഗൈസ്, ഒരാളെ കാണിച്ചു തരാം ഗൈസ്.
അയ്യയ്യേ യാതൂട്ടോ ഈ സാധനം കൊള്ളാം അല്ലേ? എല്ലാം കാണാൻ ഭംഗിയുണ്ട്. അതുപോലെ തന്നെ വേറൊരു വൈബുമാണ്. അപ്പം ഞാനിങ്ങനെ കണ്ണും മിഴിച്ച് അന്തം വിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു. മാത്രമല്ല ഭയങ്കര തിരക്കാണ്. നമ്മുടെ അവിടുത്തെക്കാളും ഒരുപാട് തിരക്കാണ് ഇവിടെ. അതെനിക്ക് ഭയങ്കര ബിസി ലൈഫ് എല്ലാവർക്കും. അത് കഴിഞ്ഞ് ശേഷം ഈ കാഴ്ച നിങ്ങൾ എന്താണ് കാണുന്നത്? എന്നോടുള്ള പിണക്കം മാറ്റി കോംപ്രമൈസ് ആകുന്നതാണ് ഗൈസ്. ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ? ഞങ്ങൾ വഴക്കുണ്ടാക്കും, സ്നേഹിക്കും. അപ്പോൾ അത് ഞങ്ങൾ പ്ലാൻ ബി വീണ്ടും ഒന്ന് ചേഞ്ച് ചെയ്തു. അതുകൊണ്ട് ഞങ്ങൾ നെസ്റ്റോയിൽ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ വാങ്ങിച്ചു കേട്ടോ. കുഞ്ഞ് സ്നാക്സ് എന്തെങ്കിലുമൊക്കെ. എനിക്ക് മടിയായിരുന്നു, ഹോട്ടലിൽ പോകാനൊരു മൂഡില്ലായിരുന്നു. യാതോട്ടനെ പിടിച്ചു നിർത്തണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലൊട്ടിലൊടുക്ക് സ്നാക്സ് ഒക്കെ വേണ്ടതുകൊണ്ട് അവനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവന് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഈ തപ്പിപ്പെറുക്കി എടുത്താണ് ഈ വാട്ടർമെലൻ്റെ ലോലിപ്പോപ്പെ. അത് എവിടുന്ന് എങ്ങനെ കൊണ്ടുവന്നെന്ന് തമ്പുരാന് മാത്രം അറിയാം. നമ്മളെ ഒരു പ്ലാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി. അതായത് നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കാം, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കാമെന്ന് ഓർത്തായിരുന്നു. പിന്നെ നമ്മൾ അവിടുന്ന് ഈ കല്ലുമ്മക്കായ അതും ഇതും എല്ലാം കഴിച്ചപ്പോൾ നമ്മുടെ ആ രാവിലത്തെ കഴിക്കാനുള്ള ആ വിശപ്പ് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഓർത്തുന്നത് പിന്നെ ഇവിടെ അടുത്ത് തന്നെ നെസ്റ്റ്, നമ്മുടെ ഹോട്ടലിന്റെ തൊട്ടടുത്ത്, നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ തൊട്ടടുത്ത് നെസ്റ്റ് ഉണ്ട്. അപ്പോൾ അവിടെ കയറി എന്തെങ്കിലും സ്നാക്സോ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ കഴിച്ചിട്ട് പോയി നല്ലൊരു ലഞ്ച് കഴിക്കാം എന്ന് തീരുമാനിച്ചേ. അതുകൊണ്ട് ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ജ്യൂസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്തു. യാതൊട്ടും തേണ്ട എടുത്തതാണ്. തണ്ണിമത്തൻ നോക്കട്ടെ. ആദ്യമ്മ ഇഷ്ടപ്പെടില്ല, ഭയങ്കര മധുരം. പിന്നെ യാദോട്ടിന്റെ അടുത്താണ് ബിസ്ക്കറ്റ്. ഇതിങ്ങനെ മറ്റേ ഇതാടാ, കൊള്ളാം. ഇതിങ്ങനെ പാക്കറ്റാ. ഞാനും കഴിക്കട്ടെ. എനിക്ക് അവിടുന്ന് എണ്ണപ്പലഹാരമൊക്കെ ഉണ്ടായിട്ട് നമുക്കങ്ങ് വാങ്ങിക്കാൻ തോന്നിയില്ലേ. കാരണം നമ്മൾ അവിടുന്ന് അത് കഴിച്ചിട്ട് വന്നപ്പം എനിക്കെന്തോ എല്ലാം ഇത്രയും നേരം നമ്മൾ ട്രാവൽ 3-4 ദിവസമായില്ല, അതുകൊണ്ടാണോ നടത്തില്ല, എല്ലാം അങ്ങ് മടുത്തു. ട്രാവൽ ചെയ്തിട്ട് നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് സത്യം പറഞ്ഞ ഇപ്പൊ എനിക്ക് എന്താ ഗൈസ് തിന്നാൻ തോന്നുന്നതെന്ന് അറിയാവോ? നല്ല ചോറും അമ്മ നല്ല ചമ്മന്തി ആയിരിക്കും, നല്ല വറ്റലമുളകും കറിവേപ്പിലയും കൊച്ചുള്ളി എല്ലാം കൂടെ വെച്ചിട്ട് വരച്ചൊരു ചുട്ടരച്ച ചമ്മന്തി, ഇച്ചിരി നല്ല ചൂട് കുത്തിരി ചോറും, വേണമെങ്കിൽ ഒരു കണ്ണിമാങ്ങാച്ചാറ്, വേണമെങ്കിൽ ഇല്ലെങ്കിൽ ഒരു പപ്പടം വറുത്തത്. ഇതൊന്നും ഇല്ലെങ്കിൽ എനിക്ക് എന്താ ചോറും എനിക്ക് ചമ്മന്തി കൂട്ടി കഞ്ഞി കുടിക്കാൻ കഞ്ഞി നല്ല ചൂട് കഞ്ഞി കുടിക്കാൻ തോന്നുക. നമ്മൾ ഇത്രയും ട്രാവൽ ചെയ്യുമ്പോഴത്തേനും ആ ഒരു ഫീലേ സത്യം പറഞ്ഞാണ്ടല്ലോ, വീട്ടിൽ ചെന്ന് നന്നടിച്ച് തലയിലൊക്കെ ഒരു എണ്ണയൊക്കെ വെച്ചൊന്ന് കുളിച്ച് ഫ്രഷായി ഒരു കഞ്ഞിയൊക്കെ കുടിക്കുമ്പോണ്ടല്ലോ നമുക്ക് ആ കിട്ടുന്നൊരു. നമ്മളിപ്പോ ഇറങ്ങിയിട്ട് എത്ര ദിവസമായി നിനക്കറിയാവോ? 3-4 ദിവസമായി വീട്ടിൽ നിന്ന് വിട്ടിട്ട്. പിന്നെ കഴിക്കാതിരുന്നില്ല, വയറ് നിറച്ചും കഴിച്ചു. എനിക്ക് നോക്കാം. വന്നിട്ട് ഞങ്ങൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട കംഫർട്ടബിൾ ആയിട്ടുള്ള ഫുഡ് തന്നത് എൻ്റെ ഫ്രണ്ടിന്റെ ഗോപികയുടെ അടുത്ത് കയറിപ്പോളാട്ടോ. നല്ല ഫുഡായിരുന്നു, നല്ല ഫുഡ്. നമുക്ക് കഴിക്കാനുള്ള കുറച്ചും കൂടി ഇരുന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ കഴിക്കായിരുന്നു. പിന്നെ നമ്മൾ ഓർത്ത് കുറച്ചും കൂടെ കഴിക്കായിരുന്നു. പക്ഷെ അവര് നമുക്ക് ബാക്കി ഇതൊക്കെ തന്നു വിട്ടുണ്ടായിരുന്നേ. നമ്മളത് നൂഡിൽസ് ഒക്കെ തന്നു വിട്ടുണ്ടായിരുന്നു. നമ്മളത് പക്ഷെ കാറെ വെച്ച് കഴിക്കുകയും ചെയ്തായിരുന്നു. കൊള്ളാം. കൊള്ളാം, തണ്ണിമത്തനേക്കാളും നല്ലതാ. നമ്മള് 3-4 ജ്യൂസ് വാങ്ങിച്ചായിരുന്നേ. ഇത് മാംഗോ ഫ്രഷ് മാംഗോ മിൽക്ക് ഷേക്ക് ആയത്. നോക്കട്ടെ. സൂപ്പർ. നല്ലല്ലേ? അവൻ പറഞ്ഞത് അവൻ അതല്ലേ ഗൈസ് പറയത്തുള്ളൂ. ഇനി അടുത്തത് ഇത് അവകാഡോ. എനിക്കിഷ്ടം. ഇഷ്ടപ്പെട്ടതാ. ഇവൻ അവകാഡോ ഇഷ്ടമില്ല. എനിക്കും ഞാനും ഭയങ്കര ഇഷ്ടമുള്ള ഷേക്കാം അവകാഡോ. പക്ഷെ എനിക്ക് പഴമൊക്കെ ഇഷ്ടം. പഴം മറ്റേ ഡ്രാഗൺ ഇവന് അവകാഡോ ഇഷ്ടപ്പെട്ടില്ല.
എനിക്ക് അവകാശം ഇല്ല. എനിക്ക് ഡ്രാഗൺ ഫ്രൂട്ട് പഴം ഈ തണ്ണിമത്തൻ എനിക്ക് ഇപ്പോൾ ഇഷ്ടം. നമ്മൾ ടയേർഡ് ആയിട്ടിരിക്കുമ്പോഴും അവകാടോ ഒരു ഷേക്ക് കഴിച്ചാൽ ഭയങ്കര റീഫ്രഷിങ് എനിക്ക്. നല്ല സൂപ്പർ ടേസ്റ്റ്. അമ്മ എത്ര അളവ് കുടിച്ചമ്മ? അപ്പോൾ ഉച്ചയ്ക്ക് നേരെ ഇറങ്ങി ലാലു മീൽസും യാദവും മന്തിയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ യാദവിന് മന്തി അവൻ ഒറ്റയ്ക്ക് കഴിക്കത്തില്ലാത്തത് കൊണ്ട് അവൻ്റെ കമ്പനിക്കുന്ന രീതിക്ക് അവൻ്റെ കൂട്ടത്തിൽ ഞാനും പിടിച്ചു. ഊണ് മീൽസ് ഓക്കെ ആയിരുന്നു. മന്തി കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു, വേറൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് കഴിച്ചിട്ട് ഇനി നേരെ റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുത്ത് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു. ഈവനിങ് ആയപ്പോൾ നമ്മൾ എങ്ങോട്ട് പോയി? മിഠായി തെരുവിലേക്ക് പോവുകയാണേ. അതും നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത്. എൻ്റെ സ്റ്റൈൽ രാജിനെ നിങ്ങൾ കണ്ടോ? ആ കൂളിംഗ് ഗ്ലാസ് വെച്ചിരിക്കുന്ന കൊച്ചിൻ്റെ സ്റ്റൈൽ നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? അപ്പോൾ ഞങ്ങൾ നേരെ മിഠായി തെരുവിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഭയങ്കര തിരക്കായി. എനിക്കാണെങ്കിൽ അവിടെ നിന്നിട്ടുണ്ടല്ലോ ഭയങ്കര ചൂടെടുക്കുവാണോ, എനിക്കിറങ്ങി ഓടാനൊക്കെ തോന്നി. എനിക്കിങ്ങനെ ഒത്തിരി ആൾക്കാരെ കാണുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് റൂമിൽ ചെന്ന് നമ്മുടെ റൂമിൽ നിന്ന് കാർ എടുത്തിട്ടാണ് നമ്മൾ ബീച്ചിലേക്ക് പോയത്. അതാകുമ്പോൾ ബീച്ചിലേക്ക് ആരും വരത്തില്ല, നമുക്കവിടെ ഓട്ടോ കിട്ടാൻ ഭയങ്കര പാടാണ്. ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞ് ഇതാണ് ബ്ലോക്ക്. എൻ്റെ പൊന്നു മക്കളെ, ഇരുന്ന് നിരങ്ങി നമ്മളവിടെ വൈകുന്നേരമായി. ഞങ്ങൾ പറഞ്ഞു കേട്ടോ, ബീച്ച് അടയ്ക്കുന്ന മുമ്പെങ്കിലും നമുക്ക് അവിടെ ചെല്ലാൻ പറ്റുമെന്നേ. അങ്ങനെ എവിടേക്കോ ചെന്ന് ഞങ്ങൾ അവിടെ വണ്ടി പാർക്ക് ചെയ്യുന്നതായിരുന്നു ഏറ്റവും വലിയ ടാസ്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് കിട്ടിയ ഒരിടയിൽ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഫുഡൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയേ. ആദ്യം രാവിലെ വന്നപ്പോൾ യാതൊട്ടിന് കാടമുട്ട ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ അവൻ ഒന്നുകൂടെ ഒരു സെറ്റ് കാടമുട്ടയിലാട്ടോ തുടങ്ങിയത്. അത് കഴിഞ്ഞ് നമ്മൾ കൂന്തൽ നിറച്ചത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ, കൊള്ളായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ, വേറൊരു വെറൈറ്റി ടേസ്റ്റ്, അടിപൊളിയായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ കബാബ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ കബാബ് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, ലാലുവിനും കൊച്ചിനും ഇഷ്ടപ്പെട്ടു, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ ഒരു ചെറിയ ബ്രേക്ക് എടുത്തതിന് ശേഷം നമ്മളിത് ആ ബീച്ചിൻ്റെ അതുവഴി നടന്നു കേട്ടോ. രാവിലെ വന്ന ബീച്ചേ അല്ലടാ, വൈകുന്നേരം ചെന്നപ്പോൾ ആളും ആരവങ്ങളും ഒക്കെ നിരന്നിങ്ങനെ നിന്നിട്ടുണ്ടല്ലോ. ഭയങ്കര തിരക്കും അടിപൊളിയാണ് കാണാൻ, നല്ല വൈബായിരുന്നു. എന്ത് മനുഷ്യരും അപ്പോൾ അവിടെ നിൽക്കുന്നതെന്ന് നമ്മൾ ചിന്തിച്ച് പോകും കേട്ടോ. എന്ത് രസമാണ് കാണാൻ. നമ്മുടെ ഉത്സവത്തിനൊക്കെ മാത്രമേ ഞാൻ ഇങ്ങനെ ഇത്രത്തോളം ആൾക്കാരെ കണ്ടിട്ടുള്ളേ. അപ്പോൾ ഇത് അവിടെ ചെന്നിട്ട് ഞങ്ങൾ പിന്നെ അടുത്തത് ഉപ്പിലിട്ടത് കഴിക്കണമല്ലോ. ഉപ്പിലിട്ടതൊക്കെ കാണുമ്പം ഇപ്പം ഇതിന് വോയിസ് ഓവർ കൊടുക്കുമ്പോഴുണ്ടല്ലോ എൻ്റെ വായിക്കൂടെ വെള്ളം വരുമോ? നിങ്ങൾക്ക് എങ്ങനെയുണ്ടോ? അങ്ങനത്തെ അസുഖം നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പം ഞങ്ങളിത് വാങ്ങിച്ചു. എനിക്ക് ഇഷ്ടപ്പെടാത്തത് ഈ നമ്മുടെ ചോള ഉപ്പിലിട്ടത് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ബാക്കി എല്ലാം നല്ലതായിരുന്നേ. ഞങ്ങളെല്ലാം ട്രൈ ചെയ്തു. എൻ്റെ മുഖത്തെ എക്സ്പ്രഷനിൽ നിന്ന് നിങ്ങളതെല്ലാം വായിച്ചെടുത്ത് കാണുമല്ലോ അല്ലേ ഗൈസ്? അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ല മാങ്ങ ഉപ്പിലിട്ടത് കണ്ടപ്പോൾ ഉണ്ടല്ലോ എനിക്കങ്ങ് കൊതിയങ്ങ് വന്നിട്ട് ഞങ്ങളത് പോയി തുറന്നത്. അപ്പം ഞാനിങ്ങനെ പറയുമായിരുന്നു, എന്നെക്കാളും വലിയൊരു ഭരണിക്കകത്താണല്ലോ ഇവരിവിടുത്ത് വെച്ചിരിക്കുന്നതെന്ന്. കൊത്തി ഞാൻ അതിനകത്തുനിന്ന് ഒരെണ്ണം നല്ല പീസ് നോക്കിയെടുത്ത്. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്തുകൊണ്ട് വരുമ്പോൾ ഇങ്ങനെ വായിക്കൂടെ വെള്ളം വരത്തില്ലേ? ഇപ്പം ഇതിന് വോയിസ് ഓവർ കൊടുക്കുമ്പോഴും എൻ്റെ വായിക്കൂടെ ഇങ്ങനെ വെള്ളം വന്നിട്ടിരിക്കുക. അടിപൊളിയായിരുന്നേ. ഇനിയിപ്പോൾ ഒരു ഐസ് വരട്ടയും കൂടെ കഴിച്ചിട്ട് നമുക്ക് ഈ യുദ്ധം അങ്ങ് അവസാനിപ്പിക്കണ്ടേ. അതിന്ന് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടുത്തെ കുറച്ച് റൈഡിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ നെസ്റ്റോയിൽ പോയി. അപ്പോൾ ഈ ദഹിപ്പിച്ചതൊക്കെ വീണ്ടും ഒന്ന് റീഫിൽ ചെയ്യണം. ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. എനിക്ക് അവിടെ ഒരു വലിയൊരു സർപ്രൈസ് ഉണ്ടായിരുന്നേ. കാരണം എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാനൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ 2017 കണ്ടു പിരിഞ്ഞവരാണ്. അപ്പോൾ സനൂപിനെ അവിടെ വെച്ച് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം. സനൂപ് ഡ്യൂട്ടിയിലായിരുന്നേ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിസയും മോമോസും മൊജിറ്റോ ഒക്കെ വരുന്നൊരു കോംബോ ആയിരുന്നു ഓർഡർ ചെയ്തത്. നല്ലതായിരുന്നേ, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇതൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ നേരെ റൂമിൽ പോയിട്ട് ഒന്ന് നല്ല വൃത്തിയായിട്ട് കിടന്നുറങ്ങണം. 3-4 ദിവസമായി കിടക്കാൻ തുടങ്ങിയിട്ട് മടുത്തു, നന്നായിട്ട് അങ്ങനെ തന്നോ? നമുക്ക് എന്താണെന്ന് അറിയില്ല. നമുക്കിത് പൊട്ടിച്ചു നോക്കാം. നമ്മളത് കണ്ടപ്പോൾ തന്നെ എന്തെങ്കിലും വല്ല പെട്ടിയായിരിക്കും. എന്താണെന്ന് എനിക്ക് അറിയില്ല. പതുക്കെ, ഇച്ചിരി പതുക്കെ സാവകാശം ചെയ്യുമോ സരസു? ഇത് വലിയൊരു പൊതിയാണ്. ഓഹ്, അയ്യോ യാദവിന്റെ പെൻസിൽ ബോക്സ്. താങ്ക് യു പറഞ്ഞു. രണ്ടു താങ്ക് യു. ഹൾക്ക്. 3-4 ദിവസത്തെ ട്രിപ്പ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുവാണ്. വീട് നമ്മളെ മിസ് ചെയ്യുന്നു, അല്ല ശരിക്കും വീട് നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നേരെ വീട്ടിലേക്ക് ചെല്ലട്ടെ. നമ്മുടെ ഈ കുഞ്ഞു ട്രിപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ.